മംഗളവാർത്ത 2-ാം ചൊവ്വ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിശുക്കൾക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യം. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവും ആദികാരണവുമായവനാണ്. സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമാണ്. ആ ദൈവത്തിൽ നിന്നാണ് പരിമിതമായ മനുഷ്യൻ വിജ്ഞാനം പകർന്നെടുക്കുന്നത്. വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ദൈവിക രഹസ്യം മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയതിനാൽ യേശു ആനന്ദിക്കുകയും ദൈവമായ പിതാവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. യേശു ഇങ്ങനെ ഉദ്ഘോഷിക്കാനുള്ള സന്ദർഭം ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അയക്കപ്പെട്ട 70 ശിഷ്യന്മാർ തിരികെ വന്ന് അവരുടെ അനുഭവം പങ്കുവെക്കുമ്പോഴാണ്. പിശാചുക്കൾ പോലും അവർക്ക് കീഴടങ്ങിയെന്നും അവർക്ക് അത്ഭുതവും സംതൃപ്തിയും അഭിമാനവും നൽകി. പൈശാചിക സാമ്രാജ്യം തകർക്കാനാണ് യേശു അയക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൗത്യത്തിൽ പങ്കാളിയാകാൻ അവൻ തിരഞ്ഞെടുത്ത നിരക്ഷര കുക്ഷികളും പരമരാരുമായ ശിഷ്യഗണത്തെ ദൈവം ഉയർത്തി അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടാൻ ഇടയാക്കിയതിനാൽ യേശു പിതാവിനെ സ്തുതിക്കുന്നത്. തങ്ങൾക്ക് ലഭിച്ച ഈ വരം ദൈവകൃപയാൽ മാത്രം ലഭിച്ചതാണെന്ന അവരുടെ എളിമ ശിശുക്കൾക്ക് സമാനമായ ഒരു മനോഭാവമാണെന്ന് യേശു ഏറ്റുപറയുകയാണ്. എല്ലാം തങ്ങളുടെ ശക്തിയും പ്രാഗൽഭ്യവുമാണെന്ന അഹങ്കാരം ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നവരെ ദൈവം കൈവെടിയും.